ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് സ്പൂൺ വെച്ച് ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മാവ് അധികം കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ നല്ലോണം അയഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിലാണ് ഉണ്ടാവേണ്ടത്. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ സോഫ്റ്റായിട്ടൊന്ന് കുഴക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൽ നിന്നും ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ ബോൾസാക്കി എടുത്ത് ഉരുട്ടിയെടുത്ത് വെക്കുക. ഇതിനി ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുത്ത് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഓരോന്നും ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അധികം കട്ടി കുറച്ച് പരത്തണ്ട, കുറച്ച് കനത്തിലിരുന്നോട്ടെ. എല്ലാം ഒരേ സൈസിൽ തന്നെ പരത്തിയെടുത്ത് വെക്കണം. ഇത് മുഴുവനും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതേപോലെ ഓരോ പൂരിയും എടുത്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദ തൂവി കൊടുക്കാം. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യുക. ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതിന് മുകളിൽ കുറച്ച് മൈദ തൂവി കൊടുക്കുക. ഇതേപോലെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ 7 എണ്ണം ലെയറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 7 ലെയറാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അധികം കട്ടി കുറച്ച് പരത്തണ്ട. ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. നല്ലോണം കട്ടി കുറയണ്ട. കട്ടി കുറഞ്ഞാൽ പിന്നെ ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. ഇതേപോലെ ഫ്രൈ പാനിലിട്ടൊന്ന് ചുട്ടെടുക്കുക. ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇത് ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. 2 സൈഡും ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അപ്പോൾ ഉള്ളിലത്തെ ലെയറും ഇളകി വരും.
കണ്ടോ, ഇപ്പോൾ ഫ്രൈ പാൻ തന്നെ ഇത് ഇളകി വന്നിട്ടുണ്ട്. ഓരോ ലെയറും ഇപ്പോൾ തന്നെ ഇളകി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതേപോലെ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ചൂടോടെ തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ചൂടോടെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഹോം മെയ്ഡ് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് ഓരോന്നും ഇതേപോലെ അട്ടി വെക്കുക. അതിനുശേഷം ഇത് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ നല്ലോണം ഷേപ്പാക്കി എടുക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ മാവ് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഹോം മെയ്ഡ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിത് വെച്ചിട്ട് ഒരു 25 എണ്ണം വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.